നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. പ്രശസ്ത തമിഴ് ചലച്ചിത്ര നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയായിരുന്നു അന്ത്യം സംഭവിച്ചത്. പ്രശസ്ത സംവിധായകൻ ഭാരതിരാജയുടെ വിയോഗത്തിന് തൊട്ടു പിന്നാലെ എത്തിയ ഭാഗ്യരാജിന്റെ മരണം തമിഴ് ചലച്ചിത്ര ലോകത്തിന് വലിയൊരു ആഘാതമായി മാറിയിരിക്കുകയാണ്. സിനിമയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കിയതിന്റെ ആഘോഷം അടുത്തിടെയാണ് അദ്ദേഹം കൊണ്ടാടിയത്. ഈ പരിപാടിക്കിടെ സംവിധാനത്തിലേക്ക് തിരികെ വരുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. സംവിധാനത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുമ്പോഴും അഭിനയത്തിൽ അദ്ദേഹം സജീവമായിരുന്നു. ധനുഷ് നായകനായ കുബേരയാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. മലയാളത്തിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. തമിഴ് സിനിമയിലെ എക്കാലത്തെ മികച്ച തിരക്കഥാകൃത്തുകളിൽ ഒരാളായ അദ്ദേഹം സമഗ്ര സംഭാവനകൾക്ക് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മലയാളികൾക്കും ഏറെ പ്രിയങ്കരനായ താരം ദിലീപ് ചിത്രമായ മിസ്റ്റർ മരുമകൻ ഉൾപ്പെടെയുള്ള മലയാള സിനിമകളിലും ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായാണ് അദ്ദേഹം കരിയർ ആരംഭിക്കുന്നത്. ഭാരതിരാജയുടെ 16 വയതിനിലെയായിരുന്നു ആദ്യ സിനിമ. പിന്നീട് ഡയലോഗ് എഴുതിയ സിഗപ്പ് റോജാക്കൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. ഭാരതിരാജയ്ക്കൊപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും തിരക്കഥയും ഡയലോഗും എഴുതിയിരുന്നു. പിന്നീടാണ് സംവിധായകനായി അരങ്ങേറുന്നത്. 1953 ജനുവരി 7 ജനിച്ച കൃഷ്ണസ്വാമി ഭാഗ്യരാജ് എന്ന കെ ഭാഗ്യരാജ് തമിഴ് ചലച്ചിത്ര ലോകത്ത് തന്റേതായ ഒരു സുവർണ കാലഘട്ടം സൃഷ്ടിച്ച വ്യക്തി കൂടിയാണ്. ജി രാമകൃഷ്ണൻ, ഭാരതിരാജ എന്നിവരുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു സിനിമയിലെ തുടക്കം. 16 വയതിനിലെ കിഴക്കേ പോകും റെയിൽ, സിഗപ്പ് റോജാക്കൾ തുടങ്ങിയ ഭാരതിരാജ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്യുകയും തിരക്കഥാ സഹായിയായി പ്രവർത്തിക്കുകയും ചെയ്തു. 5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന തന്റെ സിനിമാ ജീവിതത്തിൽ ഹാസ്യം, കുടുംബ ബന്ധങ്ങൾ, പ്രണയം, സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ എന്നിവ കോർത്തിണക്കുന്നതിൽ അദ്ദേഹം പ്രത്യേക വൈദഗ്ധ്യം പുലർത്തിയിരുന്നു. മധ്യവർഗ ജീവിതത്തെയും അവരുടെ ദൈനംദിന പ്രശ്നങ്ങളെയും ലളിതമായും എന്നാൽ രസകരമായും അവതരിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. ബുദ്ധിപരമായ തിരക്കഥകളും അവിസ്മരണീയമായ സംഭാഷണങ്ങളും അദ്ദേഹത്തിന്റെ സിനിമകളെ ജനപ്രിയമാക്കി. 1979 ചുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി. ഭാരതിരാജ സംവിധാനം ചെയ്ത പുതിയ വാർപ്പുകൾ എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ആ ചിത്രത്തിന് മികച്ച സംഭാഷണ രചയിതാവിനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടി. 75ലധികം ചിത്രങ്ങൾ അഭിനയിക്കുകയും 25ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1983 പുറത്തിറങ്ങിയ മുന്താനെ മുടിച്ച് എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഫിലിം ഫെയർ മികച്ച നടനുള്ള പുരസ്കാരം നേടി. 2014 സൈമ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. സിനിമയ്ക്ക് പുറമെ എഴുത്തിലും രാഷ്ട്രീയത്തിലും ഭാഗ്യരാജ് കൈവച്ചിട്ടുണ്ട്. 1989 ഫെബ്രുവരിയിൽ MGR മക്കൾ മുന്നേറ്റ കഴകം എന്ന പേരിൽ സ്വന്തം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ഈ പാർട്ടി 1991 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിരുന്നു. പിന്നീട് AIADMKയിലും തുടർന്ന് 2006 കരുണാനിധിയുടെ സാന്നിധ്യത്തിൽ DMKയിലും ചേർന്ന അദ്ദേഹം ഒടുവിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങി. ഭാഗ്യ എന്ന ജനപ്രിയ തമിഴ് വാരികയുടെ എഡിറ്ററായ അദ്ദേഹം നിരവധി നോവലുകളും സിനിമാ സംബന്ധിതമായ പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. സമീപകാലത്ത് കണിതൻ, തുപ്പറിവാളൻ, പൊന്മകൾ വന്താൽ, സൂപ്പർ സീനിയർ ഹീറോസ് തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. 25 സിനിമകൾ സംവിധാനം ചെയ്തു. 1983 മുന്താനെ മുടിച്ചെന്ന ചിത്രത്തിലൂടെ നടി ഉർവശിയെ സിനിമാ ലോകത്തിന് പരിചയപ്പെടുത്തിയ സംവിധായകനാണ് അദ്ദേഹം. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ നായിക പൂർണിമ ഭാഗ്യരാജാണ് ഭാര്യ. തമിഴ് നടൻ ശാന്തനു ഭാഗ്യരാജും ശരണ്യ ഭാഗ്യരാജും മക്കളാണ്. വൈവിധ്യമാർന്ന പ്രമേയങ്ങളിലൂടെ തമിഴ് സിനിമയെ ജനകീയമാക്കിയ ഒരു അതുല്യ പ്രതിഭയെയാണ് ഭാഗ്യരാജിന്റെ വിയോഗത്തിലൂടെ സിനിമാ ലോകത്തിന് നഷ്ടമായത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.